മാനസാന്തരത്തെ പറ്റിയാണ് കേട്ടത്. ഹൃദയവിശുദ്ധി പ്രാപിക്കേണ്ടതിനെ പറ്റിയാണ്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഇത് നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ നമുക്ക് വല്ലോ കുഴപ്പമുണ്ട്. ഹൃദയവിശുദ്ധി നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ, ഹൃദയ നൈപുണ്യം നമ്മൾ കൈവരിച്ചില്ലെങ്കിൽ നമുക്ക് പ്രശ്നം. നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തും പ്രശ്നമുണ്ടാകും. തമ്പുരാൻ നമ്മളെ പിടിച്ചു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ആക്കും. നമ്മൾ മാറുന്നില്ലെങ്കിൽ മാറത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും, നമ്മുടെ കുടുംബത്തിന് പ്രവർത്തിക്കും. നമ്മൾ മാറിയേ മതിയാകൂ. മാറിയില്ലെങ്കിൽ പ്രശ്നങ്ങൾ. ഒരു 45-48 വയസ്സുണ്ട് ചെറുപ്പക്കാരൻ, പള്ളിയിൽ വരത്തില്ല. കുടുംബബന്ധം തകർന്ന കുടുംബബന്ധം, ഭാര്യയും കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളാണ്. താമസിച്ച കല്യാണം കഴിച്ച 2 കൊച്ചു കുഞ്ഞുങ്ങൾ, നല്ല കുഞ്ഞുങ്ങളാണ്. പള്ളിയിൽ വരത്തില്ല. പാതിരയാകുമ്പോൾ വീട്ടിൽ വരും, കുറെ കാസറ്റുമായിട്ട് വരും, സീഡികളുമായിട്ട് വരും. ആ സീഡി രാത്രിയിൽ നിന്ന് കാണുകയാണ്. ഭാര്യ പറയുകയാണ്, വളരെ മോശമായിട്ടുള്ള സീഡികൾ. ഭാര്യയായിട്ട് ഒരു ബന്ധവുമില്ല. തമ്പുരാനെ പിടിച്ചു. തമ്പുരാനെ ആശുപത്രി ചെന്നപ്പോഴാണ് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ. മെഡിക്കൽ കോളേജില് അഡ്മിറ്റ് ആയ അവസരത്തിൽ അവന്റെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ, എന്റെ മകൻ പേര് പറഞ്ഞിട്ട് അഡ്മിറ്റായി. അമ്മയുടെ തീഷ്ണമായിട്ടുള്ള ആഗ്രഹം, അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഇതവന് മാനസാന്തരത്തിന് വഴിയാവണം. ഇതവന് ദൈവത്തിലേക്ക് തിരിയാനായിട്ടുള്ള വഴിയാവണം. ദൈവത്തിലേക്ക് തിരിയാനായിട്ടുള്ള വഴി. ഞങ്ങൾ പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ച ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രത്യേക നിയമം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ കഷ്ടതയുടെ നാളുകളിൽ തമിഴ്നാടുകളെ പ്രത്യേകമായിട്ട് പരിപാലിച്ച് വഴി നടത്തി. ഇപ്പോൾ അവരും കുടുംബവും പള്ളിയോട് അടുത്ത് നിൽക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഹൃദയവിശുദ്ധി പാലിച്ചില്ല എങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ജീവിത വിശുദ്ധി കൈവരിച്ചില്ല എങ്കിൽ, തമ്പുരാൻ നമ്മുടെ കമങ്ങളെയൊക്കെ തട്ടി നിരത്തും. പറയുന്നുണ്ട്, നോഹയുടെ കാലത്ത് ദൈവം ഇവാലുവേറ്റ് ചെയ്യുക എങ്ങനെയാണ്? ഭൂമിയിൽ തിന്മ പെരുകി, ദുഷ്ടത കുമിഞ്ഞുകൂടി, നല്ലവരൊന്നും ഇല്ല. ഹൃദയത്തിന്റെ പരിശുദ്ധി ചോർന്നുപോയി, ഹൃദയവിശുദ്ധി ഇല്ലാത്ത ജനം. ഇപ്പോൾ ദൈവം പറയാണ്, ഞാൻ ഈ ജനതയെ നശിപ്പിക്കും. ഇത് പറയാണ്, നോഹ ദൈവത്തിന് മുമ്പിൽ ദൈവത്തിന് പ്രിയപാത്രമായി നോഹ നിൽക്കുന്നു. നോഹയെ മാത്രം ദൈവം രക്ഷപ്പെടുത്തുകയാണ്. ദൈവം നശിപ്പിക്കും. നമ്മൾ തന്നെ വിചാരിക്കുക, നമുക്ക് നമ്മൾ നാശം ഉണ്ടാക്കി വെക്കണം. നമുക്ക് അനുഗ്രഹമല്ലേ വേണ്ടത്? ഒരു ചെറുപ്പക്കാരൻ 38 വയസ്സുണ്ട്. വിവാഹം പല പ്രാവശ്യം പലയിടത്ത് ആലോചന നടത്തി. 36 വയസ്സ്, പലയിടത്ത് ആലോചന നടത്തി. ഒന്നും നടക്കുന്നില്ല, ഒരു കല്യാണവും നടക്കുന്നില്ല. അവൻ പോയി പെണ്ണ് കാണും. പെണ്ണിന് അവനെ ഇഷ്ടപ്പെടും, വീട്ടുകാർക്ക് അവനെ ഇഷ്ടപ്പെടും. അവർ വീട്ടിലേക്ക് വരും. അവർക്ക് വന്ന് ഇവന്റെ വീട് കാണും, ഇവർ വീട്ടുകാരെ കാണും. അപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല, പോകും. പിറ്റേ ദിവസം പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഒത്തിരി മധ്യസ്ഥം പ്രാർത്ഥിച്ചു, പലരും പ്രാർത്ഥിച്ചു. ഏറ്റവും അവസാനം തമ്പുരാൻ കാണിച്ചു കൊടുത്തത് പൂർവിക ശാപം. പൂർവികരോട് ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയിട്ടില്ല. പൂർവികർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുത്തിട്ടില്ല. അപ്പനെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിച്ചിട്ടില്ല. ബ്ലോക്ക് കിടക്കുക. കുടുംബത്തിന് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ബ്ലോക്ക്. കുടുംബാംഗങ്ങൾ ഒടുക്കിയും അവരിപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹങ്ങൾ കൊടുക്കും. പ്രിയമുള്ളവരെ, ദൈവത്തെ അറിയുവാൻ, ദൈവത്തിലേക്ക് തിരിയുവാൻ, ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തോടടുത്ത് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുവാൻ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുത്തില്ല എങ്കിൽ ദൈവം നമ്മളെ പിടിക്കും. പല രീതിയിലായിരിക്കും നമ്മളെ പിടിക്കുക. ദൈവത്തിന് നമ്മളെ അവിടുത്തെ കാര്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. യോനാ പ്രവാചകന്റെ ജീവിതം നമുക്കറിയാം. ഓടിപ്പോയവനാണ്, ദൈവത്തിന്റെ സ്ഥലം ഓടിപ്പോയവനാണ്. എന്ത് സംഭവിച്ചു? ഏറ്റവും അവസാനം ദൈവം ആഗ്രഹിച്ചിടത്തേക്ക് ദൈവം യോനായെ കൊണ്ടുവരികയാണ്. ദൈവം ആഗ്രഹിച്ച പ്രവൃത്തി, ദൈവം നമുക്ക് വേണ്ടി നിയോഗിച്ചിരുന്ന പ്രവൃത്തിയിലേക്ക് ദൈവം യോനായെ കൊണ്ടുവരികയാണ്. നമ്മളെ കൊണ്ടുവരും. നമ്മൾ നേരായ വഴിയോടെ പോവുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം. ദൈവത്തിന്റെ ശിക്ഷ, ദൈവത്തിന് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ
അതിന് കാരണമുണ്ട്. അതിന് കാരണം നമ്മുടെ വിശുദ്ധിയുടെ കുറവ്, നമ്മുടെ കുടുംബത്തിന്റെ വിശുദ്ധിയുടെ കുറവ്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിശുദ്ധിയുടെ കുറവ്. നമുക്ക് ഇഷ്ടമായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ വിശദീകരിക്കപ്പെട്ടാൽ പോരാ, എന്റെ കുടുംബം വിശദീകരിക്കപ്പെട്ട കുടുംബമായിട്ട് മാറണം. വിചരിക്കാൻ പോകുമ്പോൾ ചില വീടുകളിൽ കയറുമ്പോൾ നമുക്കറിയാം അസ്വസ്ഥത. ചില വീടുകളിൽ കയറുമ്പോൾ വെട്ടവും വെളിച്ചവും ഇല്ലാത്ത ഒരു അന്തരീക്ഷം. കാരണം കുടുംബ പ്രാർത്ഥനയില്ല, വീട്ടിൽ അവർ തമ്മിൽ വലിയ ബന്ധമില്ല, കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ല ബന്ധമില്ല, ദൈവത്തിനൊരു സ്ഥാനവുമില്ല. ഒത്തതുപോലൊക്കെ ജീവിച്ചു പോവുകയാണ്, തോന്നുന്ന കണക്ക് ജീവിച്ചു പോവുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ഒരിക്കലും ആ കുടുംബങ്ങളിലേക്ക് കടന്നു വരത്തില്ല മക്കളെ. ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരണമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിശദീകരിക്കപ്പെട്ട ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിച്ചേ മതിയാകുന്നു. ഞാന് ഇടമക്കാരി ഇവിടെ ഉണ്ട്. പുള്ളിക്കാരിയോട് ജീവിതം സാക്ഷ്യമായിട്ട് പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മെരിക്കുട്ടി ചേച്ചിക്ക് ഒന്നും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എനിക്ക് തോന്നുന്നു. അവര് പലയിടത്ത് താമസിച്ചവരാണ്. ദൈവത്തെ അറിഞ്ഞ് ദൈവികമായ ശുശ്രൂഷയിൽ മുഴുകി ജീവിക്കുന്ന കുടുംബം ദൈവം എപ്രകാരമുള്ള അപ്രകാരമുള്ള ഒരു ഉയർത്തുന്നു എന്നുള്ള തെളിവാണ്. പുള്ളിക്കവല്ല പള്ളിയോട് ചേർന്ന് നല്ലൊരു വീടും സ്ഥലവും ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചു. കഴിഞ്ഞ ആഴ്ചയിലെ മകളുടെ വിവാഹം ഭംഗിയായിട്ട് നടത്താൻ ദൈവം കൃപ നൽകി. ദൈവം നടത്തിക്കൊള്ളുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. ഹൃദയപരമാർത്ഥവരെ അന്വേഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തന്റെ ഭക്തരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിൽ അവിടുന്ന് എപ്പോഴും ശ്രദ്ധാലുവാണ്. തന്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും. അപ്പൊ ദൈവത്തോട് ചേർന്ന് വരിക. ഞാൻ മാത്രം ചേർന്നാൽ പോരാ, എന്റെ കുടുംബവും ദൈവത്തോട് ചേർന്ന് വരണം. എന്റെ കുടുംബവും ദൈവത്തോട് ചേർന്ന് പ്രിയമുള്ളവരെ കഴുകി വെടിപ്പാക്കി ഞാനും എന്റെ കുടുംബവും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നാൽ, ദൈവിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായി വർത്തിച്ചാൽ, ഉദാശനോട് ചേർന്ന് നിന്നാൽ, പരിശുദ്ധ കുമാരനോട് ചേർന്ന് നിന്നാൽ, ഞാനും എന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തോട് അടുക്കുന്ന മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കാതെ വിടുകയില്ല. ഒരുപക്ഷെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ദൈവം കടത്തിക്കൊണ്ട് പോയിരിക്കും. ആത്യന്തികമായി ദൈവം പ്രവർത്തിക്കുന്ന അനുഭവം സ്വന്തമാക്കുവാനായിട്ട് അപ്രകാരമുള്ള വ്യക്തികൾക്ക് സാധിക്കും. ഞാനും എന്റെ കുടുംബവും ദൈവത്തോട് ചേരേണ്ട ദിവസങ്ങളാണ് 3 ദിവസങ്ങൾ. ഞാനും എന്റെ കുടുംബവും കൂടുതൽ വിശദീകരിക്കപ്പെട്ട് ദൈവത്തോട് ചേരേണ്ട സമയമാണ് നോമ്പുകാലം. നമുക്കറിയാം, ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീടും മനോഹരമാക്കും, വീട് വൃത്തിയാക്കും, പെയിന്റടിക്കും, എന്തെങ്കിലും കാര്യം മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു വെക്കും. ഏറ്റവും ഭംഗിയായിട്ട് എല്ലാം നമ്മൾ ക്രമീകരിക്കും. ഭംഗിയായി ക്രമീകരിച്ചിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുക. അല്ലാതെ നമ്മൾ ആരെയും വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയില്ല. നമ്മുടെ വീട് ഇപ്രകാരം ഈശോയ്ക്ക് കടന്നു വരുവാനായിട്ട് പാകപ്പെട്ട വീടായിട്ട് തീരണം. നമ്മുടെ ഭവനം ഈശോയ്ക്ക് കടന്നു വരാനായിട്ട് പാകപ്പെട്ട ഭവനമായിട്ട് നമ്മുടെ ഭവനം തീരണം. എന്നാൽ മാത്രമേ അനുഗ്രഹിക്കുന്ന അനുഭവം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ മനഃപരിവർത്തനത്തെ പറ്റിയാണ് ആദ്യത്തെ സെഷനിൽ കണ്ടതെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ കുടുംബം വിശദീകരിക്കപ്പെട്ട കുടുംബമാവണം. കുടുംബം വിശദീകരിക്കപ്പെട്ട കുടുംബമാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, എങ്ങനെയാണ് എന്റെ ജീവിതക്കാൾ വിശദീകരിക്കപ്പെടുക? എങ്ങനെയാണ് എന്റെ മക്കൾ വിശദീകരിക്കപ്പെടുക? ഞാൻ വിശദീകരിക്കപ്പെടാൻ മാത്രം പോരുന്നു, എന്റെ വീട് വിശദീകരിക്കപ്പെടാൻ, എന്റെ പ്രിയപ്പെട്ടവരൊക്കെ വിശദീകരിക്കപ്പെടണം, എന്റെ കൂടെയുള്ളവരൊക്കെ വിശദീകരിക്കപ്പെടണം. എന്റെ ഭർത്താവ് പള്ളിയിൽ വരുന്നില്ല, മൂത്ത മകൻ പള്ളിയിൽ വരുന്നില്ല, അങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു, എങ്ങനെ വിശദീകരിക്കപ്പെടും? നമുക്ക് ചോദ്യമാണ്, നമുക്ക് സംശയമാണ്. പക്ഷേ എന്റെ വീട് വിശദീകരിക്കപ്പെടുവാൻ ഞാൻ ഒരാൾ വിശദീകരിക്കപ്പെട്ടാൽ മതി. സക്കേവൂസിന്റെ ജീവിതം അതാണ് നമ്മളെ കാണിക്കുക. സക്കേവൂസിന്റെ ജീവിതം, സക്കേവൂസ് ഈശോയെ കണ്ടു, ഈശോ സക്കേവൂസിനെ കണ്ടു. ഈശോയും സക്കേവൂസും ഒന്നിച്ചവര് സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈശോ സക്കേവൂസിനൊക്കെ പറയുകയാണ്, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. സക്കേവൂസിന്റെ ഭാര്യയെ കണ്ടില്ല, സക്കേവൂസിന്റെ മക്കളെ കണ്ടില്ല, അവരെ ആരെയും കർത്താവ് വിശദീകരിച്ചില്ല. പക്ഷേ സക്കേവൂസ് മനുഷ്യൻ വിശുദ്ധിയിലേക്ക് വന്നപ്പോൾ ദൈവം പറയുകയാണ്, ഈശോ പറയുകയാണ്, നിന്റെ കുടുംബം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, എന്റെ കുടുംബത്തിന്റെ വിശുദ്ധി എന്റെ വിശുദ്ധി ആശ്രയിച്ചിരിക്കുന്ന ഒരു പുരോഗതി. എന്റെ വിശുദ്ധി എന്റെ ഇടവക ജനത്തിന്റെ വിശുദ്ധി ആശ്രയിച്ചിരിക്കുക. ഞാൻ വിശുദ്ധീകരിക്കപ്പെടുമെങ്കിൽ മാത്രമേ എന്റെ ഇടവക ജനം വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. ഞാൻ പ്രാർത്ഥന മനുഷ്യനായെങ്കിൽ മാത്രമേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ പ്രാർത്ഥനയുടെ അരികിൽ കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. ഞാൻ തോന്നുമ്പോൾ നടന്നാൽ ജനവും തോന്നുമ്പടി പോകും.
ഇടയിലില്ലാത്ത ആടുകളെ പോലെ ജനം മുഴുകുന്നത് കാണുമ്പോൾ കർത്താവിന് അനുകമ്പ തോന്നുന്ന അവസ്ഥയിലേക്ക് പോകും. എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ദൈവങ്ങളുടെ ആടുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. പെണ്ണാടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ ആ ഉത്തരവാദിത്വം എനിക്ക് വേണം. ആ ഉത്തരവാദിത്വം നിർവഹിക്കണമെങ്കിൽ ഞാൻ വിശദീകരിക്കപ്പെട്ടവരാവണം, ഞാൻ പ്രാർത്ഥനയുടെ മനുഷ്യനാവണം. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും വിശദീകരിക്കപ്പെടാൻ താല്പര്യമുള്ള വ്യക്തികളാണ്. ആ ആഗ്രഹത്തോടെയാണ് ഇവിടേക്ക് വന്നിരിക്കുക. ആ ആഗ്രഹം അതിൽ തീവ്രതയിൽ അനുഭവിച്ചുകൊണ്ട് തമ്പുരാനോട് ഏറ്റുപറഞ്ഞ് ആ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്കിടയായാൽ നമ്മുടെ കുടുംബങ്ങൾ വിശദീകരിക്കപ്പെടും. അങ്ങനെ വിശദീകരിക്കപ്പെടുന്ന വ്യക്തികളുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. അവര് കുടുംബത്തിലുള്ള മറ്റുള്ളവരെ കുറ്റം പറയുകയില്ല. നമ്മൾ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഒരു എളുപ്പ വഴിയാണ് അത്. എന്റെ കുടുംബാംഗങ്ങളെ പറ്റി ഇപ്പോഴും എനിക്ക് ബഹുബുദ്ധിപ്പാണ്. ഭർത്താവ് കുടിയനാ, കോട്ട കുടിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. അതെനിക്ക് സ്വീകരിച്ചുകൊണ്ട് അവരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചാൽ എന്റെ ജീവിതത്തിൽ വിശുദ്ധിയുണ്ട്. അസമയം അതിന് പകരം ഞാൻ എന്റെ ഭർത്താവിന്റെ കുറവും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, എന്റെ മക്കളുടെ കുറവും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എങ്കിൽ എനിക്ക് ജീവിത വിശുദ്ധിയിൽ ഇനിയും വളരേണ്ടതായിട്ടുണ്ട്. ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടാൽ എന്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടും. എന്നെ ആശ്രയിച്ചാണ് എന്റെ കുടുംബത്തിന് വിശുദ്ധീകരിക്കുക. ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടാൽ എന്റെ കുടുംബത്തെ പ്രാർത്ഥനയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവരും. എന്റെ ഇടവകയില് ഞാൻ വന്നതിന്റെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴും ഒരു കുടുംബത്തിലെ വലിയ വിഷയം രണ്ടാമത്തെ മകനാണ് കുടുംബത്തിൽ താമസിക്കുക. അവൻ രാത്രി 11 കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛനെ അത്യാവശ്യമായിട്ട് കാണണം. നമ്മൾ ഈ പാതിരേക്കാണ് കാണുന്നത്. നമ്മൾ അതിൽ അച്ഛൻ ഇപ്പം കണ്ടേ പറ്റും. നമ്മൾ വന്നപ്പോഴും പറയാണ്, അച്ഛാ അവൾ പിള്ളേരെയും കൊണ്ട് പോയി. 2 കുഞ്ഞു പിള്ളേരെയും കൊണ്ട് പോയി. നിനക്കറിയില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ വഴക്കാം. എന്തുകൊണ്ടാണ് വഴക്ക്? അമ്മയ്ക്ക് അവൾ ചെയ്യുന്നത് ഇഷ്ടമില്ല, അവൾക്ക് അമ്മ ചെയ്യുന്നതും ഇഷ്ടമില്ല. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ എന്ത് ചെയ്യാനാ? 2 പേരുടെയും പക്ഷം എടുത്ത് പിടിക്കാനായിട്ട് പറ്റത്തില്ല. 2 പേരുടെ പക്ഷം. അതുകൊണ്ട് ഞാൻ ഒഴിവാക്കാൻ വേണ്ടി ഒത്തിരി താമസം ഞാൻ വീട്ടിൽ ചേർത്തു. ഞാൻ ചോദിച്ചു, പ്രാർത്ഥനയുണ്ടോ? അപ്പം പറഞ്ഞു, അച്ഛാ അപ്പനും അമ്മയും കൂടി രൂപം വെച്ചിരിക്കുന്ന മുറിയിലിരുന്ന് പ്രാർത്ഥിക്കും. അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തോന്നിയാൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ അവള് സ്ഥിരം പ്രാർത്ഥിക്കും. അല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഞങ്ങൾക്ക് ഇല്ല. അത് പോയി ഞങ്ങൾക്ക്. ഞാൻ ചോദിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്? അല്ല അച്ഛാ, അത് 2 കാലമാണ്. 2 കാലം ഞങ്ങളുടെ മുറിയോട് ചേർന്ന് ചാരത്തൊന്ന് പിടിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഞാനും അവളും കുഞ്ഞുങ്ങൾക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കുക. അപ്പനും അമ്മയും ശരിക്കുള്ള അടുക്കളയിൽ. എങ്ങനെ അനുഗ്രഹിക്കപ്പെടും കുടുംബം? എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? ദൈവത്തിന് ഒരിക്കലും കടന്നു വരുവാനായിട്ട് പറ്റുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കുടുംബത്തിൽ ഈശോയ്ക്ക് ദൈവത്തിന് സ്ഥാനം വേണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം. ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ തമ്പുരാൻ എന്റെ കൂടി വരികയുള്ളൂ. അല്ലെങ്കിൽ തമ്പുരാൻ എന്റെ കൂടി വരികയില്ല. തമ്പുരാൻ എന്നോട് കൂടി ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മാത്രമേ തമ്പുരാനെ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വിശദീകരിക്കപ്പെട്ടവരെ നമ്മുടെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ആ വിശുദ്ധി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പകർന്നു നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമുക്കുള്ള വഴിയാണ് പ്രാർത്ഥന. മാധ്യസ്ഥം പ്രാർത്ഥിക്കുക. തമ്പുരാനോട് അടുക്കുന്ന ഓരോ വ്യക്തിക്കും തമ്പുരാൻ കൊടുക്കുന്ന വലിയൊരു കൃപയാണ്, വലിയൊരു പ്രത്യേകമായ വരമാണ് മധ്യസ്ഥം പ്രാർത്ഥിക്കുക എന്നുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് തമ്പുരാനോട് അടുക്കുന്നവർക്കില്ല. തമ്പുരാനോട് അടുക്കുന്നവരെല്ലാം തമ്പുരാനെ സ്വന്തമാണ്. തമ്പുരാനോട് അടുക്കുന്നവരെല്ലാം മാതാവും ഈശോയുടെ സഹോദരന്മാരും ഈശോയെ കാണാനായിട്ട് വന്നു. ഈശോയെ കാണാൻ വന്നപ്പോൾ ഈശോയുടെ കൂടെ ശിഷ്യന്മാർ നിൽക്കുകയാണ്, ജനക്കൂട്ടം നിൽക്കുകയാണ്. പല റൗണ്ടിലായിട്ട് ആളുകൾ നിൽക്കുക ചുറ്റും. ഇവര് പുറത്തായി കഴിയുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരൻ നിന്നെ കാണാൻ വന്നിരിക്കും. ഈശോ ചോദിക്കുകയാണ്, ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരൻ? ചുറ്റും നിൽക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാണ്, ഇവരാണ് എന്റെ അമ്മ, എന്റെ സഹോദരി, എന്റെ സഹോദരൻ. എന്നിട്ട് പറയാണ്, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എന്റെ അമ്മയും എന്റെ സഹോദരൻ. അപ്പൊ ഈശോയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കുന്ന കുടുംബമായി എന്റെ കുടുംബം മാറണം. എന്റെ കുടുംബം മാറണം. ഈശോയ്ക്ക് ചുറ്റും നിൽക്കുന്നവരായിട്ട് മാറണം. ഈശോയ്ക്ക് ചുറ്റും നിൽക്കുന്നവര്. അപ്പൊ ഞാൻ ഈശോയുടെ അടുക്കൽ ചെന്നാൽ എന്റെ കുടുംബത്തെ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഈശോയുടെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഞാൻ ഈശോയിൽ നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈശോയുടെ അടുക്കിലേക്ക് എന്റെ കുടുംബത്തെ കൊണ്ടുവരാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആദ്യത്തെ ഇടവകയിൽ
പറ്റിയാണ് നമ്മൾ ശ്രദ്ധിച്ചതെങ്കിൽ ഈ രണ്ടാമത്തെ സെഷൻ നമ്മൾ കാണുന്നത് എന്റെ കുടുംബം വിശദീകരിക്കപ്പെടണം. എന്റെ കുടുംബം വിശദീകരിക്കപ്പെടണമെങ്കിൽ ദൈവത്തോട് അടുക്കുന്ന വ്യക്തിയായ ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. ചിലർക്ക് ദൈവം കൊടുക്കുന്ന ഒരു വലിയ കൃപയുണ്ട്, കണ്ണീരോടുകൂടിയുള്ള പ്രാർത്ഥന. കണ്ണീരോടുകൂടി തമ്പുരാനോട് പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ ഒന്നും നിരസിക്കുക, ഒരു കാര്യവും നിരസിക്കുന്നില്ല. ദൈവത്തോട് അടുത്ത് വന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നിരസിക്കത്തില്ല. കണ്ണീരോടുകൂടി തമ്പുരാനോട് പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ നിരസിക്കുകയില്ല. ഓരോ അമ്മയും ഓരോ അപ്പനും കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി ദിവസവും കണ്ണീരോടുകൂടി തമ്പുരാന് മുമ്പിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സന്നദ്ധമായാൽ നമ്മുടെ കുടുംബം വിശദീകരിക്കപ്പെടും. ഈശോ വസിക്കുന്ന കുടുംബമായിട്ട് നമ്മുടെ കുടുംബം തീരും. അല്ല എങ്കിലും ഒരിക്കലും ദൈവമായിരിക്കില്ല നമ്മുടെ കുടുംബത്തിൽ വസിക്കുക. നമ്മുടെ കുടുംബത്തിന് സമ്പത്തായിരിക്കും പക്ഷെ ഭരണം നടത്തുക, അല്ലെങ്കിൽ ജഡികമായിട്ടുള്ള സുഖങ്ങളായിരിക്കും, ജഡികമായിട്ടുള്ള താല്പര്യങ്ങളായിരിക്കും നമ്മുടെ കുടുംബത്തില് സ്വാധീനം ചെലുത്തുക, ആധിപത്യം സ്ഥാപിക്കുക. അപ്പൊ നമ്മുടെ കുടുംബം തകർന്ന് തരിപ്പണമാകാനായിട്ട് ഇടയാവും. ദൈവത്തോട് ചേർന്ന് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥിക്കാനുള്ള കൃപകൾ നൽകുന്നുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കുറവുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. ഒരു വീട്ടിലെ എല്ലാവരും ഒരേപോലെ ആയിരിക്കത്തില്ല. പൗലോസ് പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തെയാണ് പൗലോസ് സഭയോട് ഉപമിക്കുക. ഇത് പറയാണ് തല മിശിഹ, ശരീരം സഭ, സഭയിൽ ഓരോ അംഗങ്ങൾ, സഭയിൽ ഓരോ അംഗങ്ങൾ. അങ്ങനെ പൗലോസ് പറയാണ് ചില മാന്യത കുറഞ്ഞ ചില അവയവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവയ്ക്ക് കൂടുതൽ പരിഗണന കൊടുത്താണ് ദൈവം മനുഷ്യന്റെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയും കൈക്ക് കണ്ണോട് പറയാനൊക്കത്തില്ല, നീ എന്റേതല്ലാത്തതുകൊണ്ട് നിന്നെ എനിക്ക് ആവശ്യമില്ലെന്ന് പറയാനൊക്കത്തില്ല. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുക എന്ന് പറഞ്ഞു. കുടുംബവും അങ്ങനെ, കുടുംബം ഒരു യൂണിറ്റാണ്, ഒരു യൂണിറ്റ്. നമ്മുടെ കുടുംബത്തില് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രത്യേകമായി എഴുതുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ ആ വ്യക്തിക്ക് കൂടുതൽ പരിഗണന കൊടുക്കുവാൻ, ആ വ്യക്തിക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, ആ വ്യക്തിയെ കൂടുതൽ സ്നേഹിക്കുവാൻ, ആ വ്യക്തിക്ക് വേണ്ടി കൂടുതൽ പ്രത്യാപ്രവൃത്തികൾ ചെയ്യുവാൻ ഞാൻ സന്നദ്ധനായ എന്റെ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരുവാനായിട്ട് ഞാൻ തീർത്തത് കൊണ്ട് കാര്യമില്ല, ഞാൻ പരിഭവം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഞാൻ 10 പേരുടെ പറഞ്ഞു തന്നുകൊണ്ട് കാര്യമില്ല. ഞാൻ ചെയ്യേണ്ടതില്ല. ഞാനത് എന്റെ ശരീരത്തിലെ ഒരു അവയവമാണ്, എന്റെ ശരീരത്തിലെ ഒരു അവയവം. ആ അവയവം നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയാവരുത്, ആ അവയവത്തിന് ദോഷം വരാനായിട്ടും ഇടയാവരുത്. അതിന് ഞാൻ പ്രാർത്ഥിക്കണം, അതിന് ഞാൻ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം, അതിന് ഞാൻ കൂടുതൽ സ്നേഹിക്കണം. അങ്ങനെ വരുമ്പോൾ ആ അവയവം നേടിയെടുക്കുന്നതായിട്ട് എനിക്ക് അനുഭവം ഉണ്ടാവും. മോനിക്ക പുണ്യവതിയുടെ ചരിത്രം നമുക്കറിയാം. അഗസ്തീനോസ് തിരുമേനി എപ്രകാരം വിശുദ്ധനായിത്തീർന്നു നമുക്കറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിന്റെ വിശുദ്ധി നമ്മുടെ വിശുദ്ധി ആശ്രയിച്ചിരിക്കുന്നു. നമ്മൾ വിശുദ്ധി പ്രാപിച്ചാൽ നമ്മുടെ കുടുംബം വിശുദ്ധി പ്രാപിക്കും. വിശുദ്ധി പ്രാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുവാനായിട്ടുള്ള അളവ് പോലെ എന്റെ കുടുംബാംഗങ്ങളോടുള്ള എന്റെ ബന്ധം എപ്രകാരമുള്ളതാണ്. അവരുടെ ഗുണങ്ങളെ പെരുപ്പിച്ച് കാണിക്കുകയും അവരുടെ ഗുണങ്ങൾ പറഞ്ഞു നിർത്തുകയും അകാരണമായി അവരെ വേദനിപ്പിക്കുകയും ചെയ്ത സംസാര രീതികളും ഇടപെടലുകളുമാണ് ഇതിലുള്ളതെങ്കിൽ ഞാൻ ഈ വിശുദ്ധി പ്രാപിക്കാനെന്ന് എന്നെ ഓർമ്മിപ്പിക്കുക. ഞാൻ വിശുദ്ധി പ്രാപിച്ചവനാണെങ്കിൽ ഞാൻ തമ്പുരാനോട് അടുത്ത് നിൽക്കുകയാണ്. ഞാൻ തമ്പുരാനോട് അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട്. സ്നേഹിതനായ എനിക്ക് എന്റെ സ്നേഹിതനായ തമ്പുരാനോട് എന്തും തോന്നി ചോദിക്കാം. എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ചോദിക്കണം, എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കണ്ണീരോടുകൂടി ഞാൻ ചോദിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും തമ്പുരാൻ നൽകും. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലം നമ്മുടെ കുടുംബത്തിന്റെ വിശദീകരണത്തിന്റെ അവസരമാണ്. നോമ്പ് കഴിയുമ്പോൾ, ഉയർപ്പ് കഴിയുമ്പോൾ എല്ലാ വീടുകളും വെഞ്ചരിക്കുന്ന ഒരു കർമ്മമുണ്ട്. ഉയർപ്പിന് ശേഷം എല്ലാ വർഷത്തിലും ഒരിക്കൽ വികാരി വീടുകൾ സന്ദർശിച്ച് വെഞ്ചരിപ്പ് നടത്തുന്നത്. അത് ഈസ്റ്ററോടനുബന്ധിച്ച് ഈസ്റ്റർ കഴിയുമ്പോഴാണ് വെഞ്ചരിപ്പ്. ആ വെഞ്ചരിപ്പിന് വേണ്ടിയാണ് ഈശോയെ നമ്മുടെ കുടുംബത്തിലേക്ക് വീണ്ടും നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക. ഈശോയ്ക്ക് ചെയ്തിരിക്കുന്ന പ്രതിഷ്ഠയെ നവീകരിക്കുന്ന പ്രക്രിയയാണ്. അപ്പൊ ദൈവത്തെ നമ്മുടെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് നമ്മുടെ വീടുകൾ നമ്മൾ ഒരുക്കണം, നമ്മുടെ ഭവനങ്ങൾ നമ്മൾ ഒരുക്കണം, നമ്മുടെ കുടുംബത്തിലെ ബന്ധങ്ങൾ നമ്മൾ ശരിയാക്കണം. ആത്മാർത്ഥതയോടെ ക്ഷമ ചോദിക്കുന്ന മേഖലകളുണ്ടെങ്കിൽ ആ മേഖലകളിൽ ക്ഷമ ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഞങ്ങളുടെ ഇടവകയിൽ 4 ദിവസത്തെ കൺവെൻഷൻ നടത്തി. 4 ദിവസത്തെ കൺവെൻഷൻ നടത്തിയപ്പോൾ ഒരു 72 വയസ്സുള്ള അച്ചായി, 64 വയസ്സുള്ള നാന്റിക്ക്, രണ്ടുപേരും മാത്രം ഇഷ്ടംപോലെ സ്വത്തുണ്ട്. 2 നിലയാണ് കെട്ടിടം. താഴത്തെ നിലയിൽ ആന്റിയും മുകളിലത്തെ നിലയിൽ അങ്കിളും. അപ്പോൾ രണ്ടാം ദിവസത്തെ ടൂക്ക് കഴിഞ്ഞപ്പോൾ ഈ അച്ഛനെ എൻ്റെ വന്നിട്ട് പറഞ്ഞു, അച്ഛനെ എനിക്ക് പേഴ്സണലായിട്ട് കാണണം. ഞാൻ ഒരു കാര്യം നാളെ പോരാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഈ മനുഷ്യന് കരയും, എഴുത്തിനോട് എന്നിട്ടിപ്പോഴും പറയും, എൻ്റെ അച്ഛ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഭാര്യ
ബന്ധത്തിലായിരുന്നിട്ട് വർഷങ്ങളായി. അതായത് രണ്ട് പിള്ളേരേ ഉള്ളൂ. രണ്ടാമത്തെ കൊച്ചിനെ അത് കൊച്ചായിരുന്നപ്പം ഉണ്ടായിരുന്ന ബന്ധമുള്ളൂ. അത് ഒരു ബന്ധവുമില്ല. ഒരു പറയുകയാണ് പുള്ളിക്ക് ഡയബറ്റിക്കാണ്, ഹൈ ഡയബറ്റിക്കാണ്. അത് ഹാർട്ട് അറ്റാക്കിന് പോസിബിലിറ്റീസ് ഉണ്ട്. പുള്ളി പറയാൻ ഒരു പ്രാവശ്യം പുള്ളി ഒരു വർഷം തളർന്നു. എന്നിട്ട് പുള്ളി അവിടെ കിടന്ന് മുറി കിടന്ന് വിളിച്ചിട്ട് ഭാര്യ വെള്ളത്തില്ല, മുകളിൽ താഴെയാണ് താമസിക്കുന്നത്. ഒന്നിച്ച് കിടക്കാൻ പുള്ളിക്കാരിക്ക് ഇഷ്ടമില്ല. ഒരു മുറി കിടക്കാനൊക്കെ പുള്ളിക്കാരിക്ക് ഇഷ്ടമില്ല. വലിയ ഭക്തരാണ്. കുടുംബം മാതാവിന്റെ രൂപമൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, പ്രത്യേക രൂപമൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷെ ബന്ധം ശരിയല്ല. കുടുംബ ബന്ധം ശരിയല്ലാത്തതുകൊണ്ട് മക്കളുടെ ജീവിതത്തിലും താളപ്പിഴകളുണ്ട്. നമ്മുടെ കുടുംബം വിശദീകരിക്കപ്പെടേണ്ട കുടുംബമാണ്. വിശദീകരിക്കപ്പെടുന്ന കുടുംബമുണ്ടെങ്കിൽ കുടുംബമാണ് നമ്മുടെ ഓരോ കുടുംബം എന്നുള്ള ബോധ്യം നമുക്ക് വേണം. നമ്മൾ ഓരോരുത്തരും എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യം വേണം. നമ്മുടെ പ്രിയപ്പെട്ടവർ ഏത് അവസ്ഥയിലാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ തമ്പുരാനോട് ചോദിച്ചാൽ തമ്പുരാൻ എല്ലാം നൽകും. നമുക്ക് ഈ ധ്യാനം പോക്ക് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഒരിക്കലും വിഷയത്തിൽ നിൽക്കാം. ഒരു നിമിഷം എഴുന്നേറ്റ് നമ്മുടെ ദൈവികാമേശ്വര സ്ഥാനത്തിലേക്ക് നമ്മൾ നോക്കാം. നമ്മൾ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ശുശ്രൂഷ മറ്റൊന്നുമല്ല, നമ്മുടെ കുടുംബങ്ങളെ നമ്മൾ ഈശോ കൊടുക്കുകയാണ്. നമ്മൾ ആദ്യത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ നമ്മുടെ വിശുദ്ധ പ്രാർത്ഥിച്ചുകൊണ്ട് നിർമ്മലമായ ഹൃദയം എനിക്ക് നൽകണമേ. ഈ ശുശ്രൂഷയിൽ നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കുടുംബം വിശദീകരിക്കപ്പെട്ട കുടുംബമാണ്. ഈശ്വര അനുഭവം, ഈശോയെ കണ്ടുമുട്ടുന്ന കുടുംബമായിട്ട്, അതിന്റെ പശ്ചാത്തലമായിട്ട് എൻ്റെ കുടുംബമാകണം. എനിക്ക് ഈശോയെ കണ്ടുമുട്ടാൻ എൻ്റെ വീട് ഇടയാക്കണം. എൻ്റെ വീട്ടിൽ എനിക്ക് ഈശോയെ കണ്ടെത്താൻ സാധിക്കണം. എൻ്റെ ജീവിത പങ്കാളിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ സഹോദരിൽ, എൻ്റെ അയൽക്കാരിൽ ദൈവത്തെ കണ്ടെത്തുവാൻ എനിക്ക് സാധിക്കണം. നമുക്ക് ഈശോയുടെ പക്കലേക്ക് കരങ്ങൾ നീട്ടാം. ഇത് കരങ്ങൾ നമുക്ക് ഈശോയുടെ പക്കലേക്ക് നീട്ടാം. നമുക്ക് ഈശോയുടെ പക്കലേക്ക് നീട്ടുമ്പോൾ നമുക്ക് ഉറക്കെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങള് ഓരോ കുടുംബത്തെയും തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. നീ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബം നിന്റെ കുടുംബമാണ്. നീയാണ് ഞങ്ങളെ യോജിപ്പിച്ചത്, നീയാണ് ഞങ്ങളെ കുടുംബമാക്കിയത്. തമ്പുരാനെ, നിന്നോട് ചേർന്ന് കുടുംബജീവൻ നയിക്കുവാനുള്ള വിളിയാണ് നീ ഞങ്ങൾക്ക് നൽകിയത്. ആ വിളിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങൾ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബം ഒരു ശരീരമാണ്. ഒരു ശരീരം. ആ ശരീരം
പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങളും കുരിശാകൃതിമാവോട് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. നമ്മുടെ ശിരസ് നമുക്ക് അല്പം കുനിക്കാം. നമ്മുടെ ഈശോയുടെ മുമ്പാകെ നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു, നമ്മുടെ അയൽവക്കങ്ങളെ സമർപ്പിക്കുന്നു, നമ്മുടെ ഭവനത്തെയും ചുറ്റുപാടുകളെ സമർപ്പിക്കുന്നു. വിശദീകരിക്കപ്പെട്ട ഭവനം, വിശദീകരിക്കപ്പെട്ട വ്യക്തികളെയും താമസിക്കുന്ന കുടുംബം, പ്രസിദ്ധിയായ ഈശോയോട് ചേർന്ന് വസിക്കുന്ന കുടുംബം, അമ്മയോട് ചേർന്ന് വസിക്കുന്ന കുടുംബം പ്രാർത്ഥിക്കാം. ഈശോയെ എൻ്റെ കുടുംബം തിരുക്കുടുംബം പോലെ, എൻ്റെ ഈശോയെ എൻ്റെ കുടുംബം തിരുക്കുടുംബം പോലെ, എൻ്റെ അപ്പൻ യോസേപ്പിതാവിൻ്റെ മാതൃ, എൻ്റെ അമ്മ മാതാവ്, ഞങ്ങളുടെ സഹോദരങ്ങളെ ഈശോയെ ശിഷ്യന്മാരുമുള്ള ബന്ധത്തിൽ ഈശോയെ തിരുക്കുടുംബത്തിൻ്റെ ഛായയിൽ ഞങ്ങളുടെ കുടുംബത്തെ ആക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഈശോൻ്റെ കുടുംബത്തിലാക്കുന്നതിലും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കണമെങ്കിൽ ആ വ്യക്തിത്വത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു, നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണം തമ്പുരാനെ. എൻ്റെ കുടുംബത്തെ, എൻ്റെ കുടുംബത്തിലുള്ള വ്യക്തികളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കണം തമ്പുരാനെ, അനുഗ്രഹിക്കണമേ.